എടാ അസ്രപ്പാക്കാനെ കണ്ട് കാര്യങ്ങൾ പറയണ്ടേ? നമ്മൾ എന്ത് പരിപാടി പറഞ്ഞാലും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരാളാണ്. നമ്മൾ മൂപ്പർ ആദരിക്കാന്ന് പറയുമ്പോഴേ മൂപ്പർക്ക് ഒന്നും കൂടി സന്തോഷമായിക്കോളും. ഫണ്ടിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല, നമ്മൾ കാര്യങ്ങൾ നല്ലപോലെ അവതരിപ്പിച്ചാൽ മതി. ഞാൻ വേണ്ടി പോവല്ലേ? എല്ലാരും ഉണ്ടല്ലോ. ഞങ്ങൾ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നാ. കാണാൻ വന്നിട്ട് മുറ്റത്ത് തന്നെ നിൽക്കുക. നിങ്ങൾ കേറിയിരിക്കും, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എപ്പോ വന്നാലേ നമുക്ക് ആ സ്പെഷ്യൽ പഴംപൊരി കിട്ടും. ഇപ്രാവശ്യം കിട്ടുമോ? നമ്മളിപ്പോഴേ പഴംപൊരി ഉണ്ടപ്പോൾ തന്നാൻ വന്നതല്ല, നമുക്ക് നമ്മളെ കാര്യങ്ങൾ അവതരിപ്പിച്ചും കണ്ട് നമുക്ക് കണ്ട് പോവാം. ഇങ്ങോട്ട് വാറ പഴംപൊരിയാ നടക്ക്. ഇപ്രാവശ്യത്തെ പുതിയ പരിപാടി എന്തൊക്കെ? അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഈ ഓണത്തിന് നിങ്ങളൊന്ന് ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമ്മുടെ ക്ലബിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭാവന വരുന്ന ആളാണ് നിങ്ങൾ. ഈ വർഷത്തെ നമ്മുടെ ക്ലബിന്റെ പരിപാടി നിങ്ങളെ ആദരിക്കാനുള്ള ഒരു പരിപാടി നമ്മൾ വെച്ചിട്ടുണ്ട്. 30 കൊല്ലമായി ഞങ്ങൾ പ്രവാസ ജീവിതം നയിക്കൽ തുടങ്ങിയിട്ട്. എന്ത് 30 കൊല്ലം ഈ പറഞ്ഞത്? 40-40 കൊല്ലായില്ലേ ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട്. ഞാൻ പാസ്പോർട്ട് എടുക്കുന്ന കാലത്ത് എനിക്ക് മീശ പോലും ഉണ്ടായിരുന്നില്ല. മീശ ഇങ്ങനെ വരച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് എടുത്തിട്ട് ഗൾഫ് പോലെ തുടങ്ങിയത്. ഇനി നമ്മൾ വന്ന വിഷയത്തിൽ കിടക്കാം. എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. നിങ്ങളെ അഭിപ്രായം പറയാതെ അതല്ല എനിക്ക് പ്രധാനം. ഞങ്ങളെ പ്രവാസികളെ മാത്രം ആദരിച്ചാൽ പോരാ, പ്രവാസികളുടെ ഭാര്യമാരെയും കൂടി നിങ്ങൾ ആദരിക്കണം. ഞങ്ങൾ നേരിടുന്ന അതേ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അവരും നേരിടുന്നുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാ ഭാരങ്ങളും അവരെ ചുമലിലാണ്. എല്ലാ പ്രവാസി കുടുംബത്തിലെ അവസ്ഥ തന്നെയാണ്.